അതിൻ്റെ വീഡിയോ കുറച്ച് കിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. പനിയായിപ്പോയി പൂനെ വന്നപ്പോൾ. അപ്പോൾ നിൽക്കുന്ന ഫ്ലാറ്റ് നമ്മൾ മാറാനുള്ളൊരു ഐഡിയയാണ്. അപ്പോൾ അത് ഒട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അതിൻ്റെ പേരെന്തിനടാ ഒട്ടിക്കുന്ന സാധനത്തിൻ്റെ പേര്? പ്ലാസ്റ്റിക് റോൾ. പ്ലാസ്റ്റിക് റോൾ. അത് വാങ്ങണം. അത് വാങ്ങാനുള്ള പോക്കാ രാവിലെ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഏരിയ എന്ന് പറയാൻ നല്ല അടിപൊളി സ്ഥലമാണ്. അതിൻ്റെ കാഴ്ച നമുക്കിപ്പോൾ കാണാം. ഒരു തമിഴ്നാട് ലുക്ക് ഉണ്ടല്ലേ ഇവിടെ കണ്ടിട്ടല്ലേ? നമ്മൾ മധുരയിലോ ഒക്കെ പോകുമ്പോഴേ ഉള്ള കാഴ്ച പോലെ. അപ്പുറം ബിൽഡിങ്, മധ്യത്ത് റോഡ്. തണുപ്പുണ്ട്, രാവിലെ തണുപ്പാണ് ഇപ്പം. ആ കാണുന്ന ജംഗ്ഷനാണ്. ഈ കാണുന്നേ കണ്ട വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന വണ്ടികളാണ്. ഇതൊക്കെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന വണ്ടികളാണ്. പ്ലാസ്റ്റിക് റോള് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ കടയിലോട്ടുള്ള റൂട്ടാണ്. നമുക്കൊരു കുതിര സവാരി കാണാം. ഒരാളിങ്ങനെ കുതിരപ്പുറത്ത് പോവേണ്. അടിപൊളിയല്ലേ രാവിലെ? ഇതേപോലത്തെ ഒരു കുതിരയെ വാങ്ങിച്ചാൽ പെട്രോളും ഡീസലും ലാഭം. അടിപൊളിയായിട്ട് പുള്ളി രാവിലെ കുതിരപ്പുറത്താണ്. ഒരു ടാക്സി അടയ്ക്കണ്ടല്ലോ അല്ലേ? പുള്ളി വീണ്ടും നമ്മളെ മുമ്പ് കൂടെ പോവേ. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ പുള്ളിയെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ പ്ലാസ്റ്റിക് റോള് വാങ്ങേണ്ട കടകളെ മുന്നിലാണ്. വലിയടാ, ഇവിടെ എല്ലാം ഉണ്ടല്ലോ. നമുക്ക് വേണ്ട ചൂല്, ബാത്റൂം അല്ല, റൂം വൃത്തിയാക്കുന്ന, ബ്രഷ് ചെയ്യുന്ന, മറ്റേ ക്ലീനർ, അത് എല്ലാം ഉണ്ട്. ഇതാണ് അപ്പൊ ഇത് 100 മീറ്റർ ഉള്ളത്. അപ്പൊ കുറച്ച് വലുത് വേണ്ടേ? അതാ കുറച്ചുകൂടെ വലുതുണ്ടേ ചോദിച്ചത്. അപ്പൊ കടയിൽ ഫ്രണ്ടിലാണ് ഉള്ളത്. കടയിൽ സാധനമൊക്കെ നമ്മൾ സംഭവം ഇതാണ് റോളർ. ഈ സാധനമാണ് പാഴ്സൽ ഇട്ടിരിക്കുന്നത്. എത്ര വില? എത്ര? 90 രൂപ. 2 പീസിന് 90 രൂപ. അപ്പോൾ ഇവിടെ ചായക്കടയുണ്ട്, ഒരു ടീ ഷോപ്പ്. അപ്പോൾ ഇവിടെ തൽക്കാലം വേണ്ടി ഒരു ചായ ഇട്ടു. വാങ്ങാൻ വന്ന സാധനങ്ങൾ ആ കടയെ പറ്റിയ നമ്മൾ കാണിച്ച സാധനം നമുക്ക് പറ്റത്തില്ല, കുറച്ചും കൂടെ വലുത് വേണം. അപ്പോൾ അത് വേറെ ഹാർഡ്വെയർസിലേ കിട്ടത്തുള്ളൂ. ഹാർഡ്വെയർസിൽ വാങ്ങും. അപ്പോൾ ഈ ടീ കടയിലൊന്നും ഒരു ടീ കുടിക്കാം. നല്ല ടീ കിട്ടുന്ന കടയാണ്. നമുക്ക് അതിലൂടെ മുതലാളീനൊക്കെ ഒന്ന് പരിചയപ്പെടാം. ബിസ്ക്കറ്റ്, കേക്ക്, വടാപ്പാവ് ഉണ്ട്. വടാപ്പാവ്, സമൂസ. ചായ. ഇതാണ് ചായ. ഇതിലാണ് ഒരു ചായ നമുക്ക് തരുന്നത്. ഈ ചായ തിളപ്പിച്ച് ഈ പാത്രത്തിനാക്കി. ഇത് വടാപ്പാവിൻ്റെ കൂടെ നമുക്ക് വരുന്ന മുളക്, ഈ ചമ്മന്തി. कैसे का वीडियो बनाते?
ഇവിടെ ഇങ്ങനെ അടുത്തൊന്നും കറങ്ങാനായിട്ടാ. വലിയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇവിടെ എന്തൊക്കെ ഐറ്റംസാണ് ഇവിടെ ഉള്ളത്? इधर क्या क्या सामान है? मेन समोसा, हाँ वड़ा पाव, लिट्टी चोखा, वेज थाली, गुलाब जामुन, पूरी भाजी एंड पाव भाजी. That's it. രാവിലെ എത്ര മണിയിട്ട് कितना टाइम ओपन है, कितना टाइम बंद है? Morning. Morning 7 to night 11 o'clock. ആഴ്ച 11 o'clock. രാവിലെ 7 മണി തൊട്ട് രാത്രി 11 മണി വരെയാണ് പറയുന്നത്. കിത്തന 15 rupees gulab jamun. ഗുലാബ് ജാം Yes, gulab jamun. 15 rupees. 50. Per piece. One piece. One piece. Yes. ഇവിടുന്ന് ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. 2 ചായ ഓർഡർ ചെയ്ത്. നമ്മുടെ നാട്ടിലെ ചായ പോലെയല്ല, ഇവിടെ അടിപൊളി ചായ, നല്ല ടേസ്റ്റാണ്. ഒരു ചായ കുടിച്ചാൽ വീണ്ടും ചായ കുടിക്കണം തോന്നുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ചായ കുടിക്കുന്നത് നമുക്ക് ചായ കൊണ്ടിട്ടാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ആ റോളർ അത് പറ്റത്തില്ല. അങ്ങനെ പിന്നെ നമ്മൾ ചായയും കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വേറെ കടയിലോട്ട് പോയി എടുക്കാന്നുള്ള സെറ്റപ്പിൽ പോവേ. അപ്പോൾ ഇവിടെ ഒരു ഹാർഡ്വെയർസ് ഉണ്ട്. ഹാർഡ്വെയർസിലാകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടും. അപ്പോൾ ഹാർഡ്വെയർസിന് ഫ്രണ്ട് എത്തി. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ സാധനം വാങ്ങാനുള്ളത്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ അടിപൊളി ഒരു ഉള്ളതാട്ടോ. സ്കൂളാണെന്ന് തോന്നുന്നു. സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ടും ചെറിയൊരു പൂത്തോപ്പും കാര്യങ്ങളെല്ലാം രാവിലെ അവിടെ ആള് നിൽപ്പുണ്ട് വെള്ളം നനയ്ക്കാനൊക്കെ. തണുപ്പായിട്ട് പിന്നെ വലിയ കുഴപ്പമില്ല. വൃക്ഷങ്ങളും ചെടികളൊക്കെ അങ്ങ് വളർന്നു. ഈ പൊടിയുടെ ഒരു വിഷയമേ ഉള്ളൂ. ഇവിടെയൊക്കെ നോക്കിയാൽ നമ്മളെ പൊടിയാണ്, കംപ്ലീറ്റ് പൊടിയടിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം വാങ്ങാനുള്ളത്. എന്തായാലും അകത്തോട്ടൊന്ന് കയറി നോക്കാം എന്താവും എന്നുള്ള അറിയാൻ വയ്യ. ഉണ്ടായില്ലേ അറിയാം. താഴെ ചെറിയൊരു പൂസറയൊക്കെ. അപ്പം നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെയും ഇല്ല. അപ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് 1-2 കട കാണാം. അവിടെ ഒന്ന് ചാടി നോക്കാം. അതിന് കിട്ടുമെന്നുള്ള അറിയാമല്ലോ. വണ്ടിയുണ്ട്. ക്രോസ് ചെയ്യാൻ നോക്കി. ആ കുഴപ്പമില്ല. ഡേ വാ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചോദിച്ചു നോക്കാം. അപ്പോൾ അവിടെയേ ഇല്ല. അടുത്ത കട അന്വേഷിച്ച് പോവുകയാണ്. ആ ഇവിടെ മാതാജി ഹാർഡ്വെയർ അവിടെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അവിടെ നോക്കാം നമുക്ക്. എന്തായാലും അവിടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയെ അങ്ങോട്ട് കയറാം. കടയുണ്ട്. ആ മാതാജി ഹാർഡ്വെയർ ചോദിച്ചു നോക്കാം. കൺഫേം അല്ല, അത് ചോദിക്കാം. അപ്പോൾ മാതാജിയിലുണ്ട് സംഭവം. ഇവിടെ വന്നപ്പോൾ അവരെ കടയൊന്ന് ഷൂട്ട് ചെയ്തെടുക്കാനാണ് അവർ പറയുന്നത്. അങ്ങനെ പിന്നെ ആയിക്കോട്ടെ, അവരെ കടയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണം. എല്ലാ ഐറ്റംസും ഉണ്ട്. ടാങ്ക് ഇവിടെ പിന്നെ കൂടുതൽ ഇതേപോലുള്ള ടാങ്കുകളൊക്കെ ഇവിടുത്തെ വീടുകളിലെല്ലാവരും മാറ്റി. ഇതേപോലെ ടാങ്ക് ഇത് വെള്ളത്തിന് ഷോർട്ടുള്ളതിൻ്റെ പേരിന് ഇതെല്ലാം വീടുകളിലില്ല. പിന്നെ ഈ ടാങ്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് നമ്മളെ ബാത്റൂമിനകത്ത് ഫിറ്റ് ചെയ്യുക. ബാത്റൂമിന് അകത്തായിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റുള്ള ഐറ്റംസ് പെയിൻറ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. ഡോർ ലോക്ക്, ഡോറിൻ്റെ എൻഡി വരുന്നതാണ്. എല്ലാ കട വലിയൊരു കട തന്നെ.
ലൈറ്റില്ല. മുതലാളി എവിടെ നിൽക്കുക? നോക്കാനോ? रमेश രമേശ്, ഇത് ഓണർ. ओनर कैलाश എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച സാധനം തന്നെ കിട്ടി. കുറച്ച് വീതി കുറവൊന്നേ ഉള്ളൂ. ഇതിൽ കുഴപ്പമില്ല, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞാനത് എങ്ങനെയാണ് പാഴ്സൽ ചെയ്യുന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. തൊട്ട് ഫ്രണ്ടിലായിട്ട് 2 കോഴിക്കട. ഇവിടെ ഈ ഇത് എല്ലാം കിട്ടുന്നൊരു കടയുണ്ട്, ഒരു പലവ്യഞ്ജന കട. ഇവിടെ ഈ 3ാമത്തെ നിലയിലാണ് നമ്മളെ ഫ്ലാറ്റ്. ഇത് നമ്മളെ തൊട്ട് താഴെയുള്ള കടയാണ്. ഇവിടെ ഈ എല്ലാ ഐറ്റംസ് നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലെ ഈ എല്ലാ ഐറ്റംസ്, കറിയാത്, പൗഡർ, പലവ്യഞ്ജനങ്ങൾ, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ വെള്ളം, ഇവിടെ കൂടുതൽ ഈ വെള്ളം ഇതാ നമ്മൾ യൂസ് ചെയ്യാറുള്ള വെള്ളം. പിന്നെ അതിൻ്റെ തന്നെ വലിയ ബോട്ടിലുണ്ട്. അരി ഐറ്റംസ്. ഒരു പലവ്യഞ്ജന കട, നമ്മളെ നാട്ടിലുള്ള പോലെ ചെറിയൊരു പലവ്യഞ്ജന കടയെന്ന് പറയാൻ ഓണറാണ് നിൽക്കുന്നത്. നമുക്ക് എന്നാ ഭായി? രവിരഞ്ജൻ കുമാർ, ഈ ഓണർ. ഇവിടെ സ്വന്തം കടയാണ്. അപ്പോൾ ഈ കോഴിക്കടയിൽ നിന്നാണ് സാധാരണ നമ്മൾ ചിക്കൻ വാങ്ങാറുള്ളത്. അപ്പോൾ അവൻ നമുക്ക് വേണ്ട പെട്ടൊരു പയ്യനാണ്, കലക്കട്ടക്കാരനാണ്. അവന് മലയാളം എന്ന് പറഞ്ഞുകൂടാ. അവൻ തരികിടക്കാരനാണെങ്കിലും അവൻ്റെ വീഡിയോ നമ്മൾ എടുക്കണമല്ലേ. വയ്യ ഓക്കെ. ഇവിടത്തെ കോഴിക്കട ഉണ്ട്, ഒരു പ്രത്യേക കോഴിക്കടയിൽ തന്നെ മുട്ടയുണ്ട്. പിന്നെ ഈ അതിനോടുള്ള നമുക്ക് കോഴിക്കകത്ത് വേണ്ട മസാലപ്പൊടി ഇതെല്ലാം ഉണ്ട്. ഇത് പ്രത്യേക സെറ്റപ്പിലാണ്, നല്ല രീതിയിലാണ് കോഴിക്കടയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു സ്മെല്ലൗട്ട് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നാടൻ കോഴിതാടകൾ കിലോ 300 രൂപ. കിലോ 300, 300 രൂപ. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ ഫ്രണ്ടിലെത്തി. റൂം ഡോർ തുറക്കുകയാണ്. ഇപ്പോൾ ഇവിടത്തേക്ക് ഫ്ലാറ്റ് പ്രത്യേകതാണ്. ഇത് കണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡോറ് കാണാം. ആ ഡോറ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഡോർ. അപ്പോൾ ഈ ഡോറ് നമുക്കിവിടെ അകത്ത് കയറി ലോക്ക് ചെയ്യാം. ഇവിടെ ലോക്ക് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അടുത്ത ഡോർ കയറി. നമ്മൾ കുളമായി കിടക്കുന്നുണ്ട. ഇതെല്ലാം പാക്കിങ്ങിന് വേണ്ടിയാണ് നമ്മൾ സാധനം വാങ്ങാൻ പോയത്. ഇതെല്ലാം ഇതിപ്പോൾ വാഷിംഗ് മെഷീൻ, TV, ഇതെല്ലാം പാക്ക് ചെയ്യാം. ഇനി അകത്തോട്ടൊന്നും പോയി നോക്കാതിരിക്കുകയാണ് വൃത്തി. അകത്തോട്ടൊക്കെ നോക്കിയാൽ തലറക്കം വരും. കിച്ചണൊക്കെ ആകെ കുളമായി കിടക്കേ. എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യാനുണ്ട്. ഇത് വെള്ളം, വാട്ടർ. ഈ റൂം അതിനെക്കാട്ടും കുളമായി കിടക്കുകയാണ്. ഇതെല്ലാം എന്താ ഒരാളെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഇതെല്ലാം നമ്മൾ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് താമസിക്കുന്ന ഫ്ലാറ്റാണിത്. ഗംഗ ആൽഫ പാരഡൈസ്. നേരത്തെ നമ്മൾ താമസിച്ചിരുന്നത് മഞ്ചേരി ബദ്രുല്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനൊരു ഷിഫ്റ്റായി. അവിടെ വെള്ളത്തിൻ്റെയൊക്കെ വിഷയങ്ങളുണ്ട്, ഇങ്ങനൊരു ഷിഫ്റ്റായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. അടുത്ത ഫ്ലാറ്റും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലാറ്റിലോട്ട് പോകുമ്പോൾ അകത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ പരിസരമൊക്കെയാണ്. മൊത്തം ബിൽഡിങ്ങുകളാണ്. ഈ സൊസൈറ്റിയുടെ അകത്തോട്ടുള്ള റോഡിൻ്റെ എൻട്രൻസിൽ കാണുന്ന 2 സെക്യൂരിറ്റി ഗാർഡിനൊക്കെ നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു 2 റൂം പോലെ ഉണ്ടെങ്കിൽ ഓപ്പണായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സെക്യൂരിറ്റി ഇല്ല. ഇപ്പോൾ എല്ലാ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലാണ് സെക്യൂരിറ്റി ഉള്ളത്. ഇത് വരുന്ന വഴിയുള്ള മറ്റൊരു ഫ്ലാറ്റാണ്, ഒരു സൊസൈറ്റിയാണ്. എൻ്റെ എൻട്രൻസ് ആയി.
അപ്പം ഞാൻ നമ്മൾ താമസിക്കുന്ന പുതിയ ഫ്ലാറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫ്ലാറ്റിനകത്തോട്ട് കയറുന്ന മുമ്പ് ഫ്ലാറ്റിൻ്റെ ഫ്രണ്ട് എൻട്രൻസും കാണിച്ചു തരാം. ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് എടുത്തത്. ഇതുവഴിയാണ് നമ്മൾ കയറുന്നതാണ് നമ്മുടെ എൻട്രൻസ്. കാണാനൊക്കെ അടിപൊളിയുണ്ട്. കാർ പാർക്കിംഗ് ഏരിയയാണ്. നമ്മളെ കാർ പാർക്കിംഗ് ബാക്കിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇത് ഇവിടെ അങ്ങറ്റം തൊട്ട് അവിടം പോലെയുണ്ട്. ഇവിടെ ഫുള്ള് ഇതേപോലെ അപ്പുറത്തുമൊക്കെ എല്ലായിടത്തും ഫ്ലാറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ലിഫ്റ്റ് വഴി കയറി പോവാം. സെക്കൻഡ് ഫ്ലോറാണ് നമ്മളത്. നമുക്ക് ലിഫ്റ്റ് ഇവിടെ കയറി പോവാം. ലിഫ്റ്റ് എത്തി. ലിഫ്റ്റ് ഓപ്പണിങ് ആണ്. അപ്പോൾ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി ഇതാണ് നമ്മളെ ഫ്ലാറ്റ്. ആ താളുണ്ട്. 2 മക്കളുണ്ട്. രണ്ടുപേരും കൂടെ ഉണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ പുതുതായിട്ടെടുത്ത ഫ്ലാറ്റ്. രണ്ടുപേരും ടി വി ആണ് കേട്ടോ. 2 റൂമുണ്ട് ഇവിടെ. ഇതൊരു ബെഡ്റൂം. ബെഡ്റൂം. ഇത് കിച്ചൺ ഏരിയ. ഇത് വന്നിട്ട് കിച്ചൺ. കിച്ചണിനകത്ത ദൈവത്തിൻ്റെ പടമൊക്കെ ഉണ്ട്. ഇത് സെക്കൻഡ് ബെഡ്റൂം. ലൈറ്റഡായിരിക്കണം മതി. കണ്ണാടി, അലമാര, ഇവിടെ കബോർഡ്, ബാൽക്കണി. നമുക്ക് ഇവിടെ നോക്കിയാൽ പുറത്തെല്ലാം കാണുകയും ചെയ്യാം. ബാൽക്കണി. ചെറിയ പിള്ളേരെ കളിക്കാവുന്ന ചെറിയൊരു ഇതൊക്കെ ഉള്ളു. ഒരു ബാഡ്മിൻ്റൺ കോർട്ടും കാര്യമെല്ലാം.